ഒരു കാര്യം ഏറ്റവും എനിക്ക് തോന്നുന്നു ഇതേപോലെ വീടിന്റെ കാര്യം ചോദിക്കുന്ന പോലെ തന്നെയാണ് ആൾക്കാർ മറ്റേ MALLU 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 MALLU. ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ്. നമോവാദം. ഹായ് സുന്ദരി. അപ്പൊ എല്ലാരും എന്ത് പറയണോ, നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോസിനെ പറ്റി ഇന്നലെ കമന്റ്സ് ഞാൻ കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വായിച്ച കമന്റ്സിനെല്ലാം ഞാൻ ലേക്ക് അടിച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും എല്ലാവരും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും ഞാൻ പറഞ്ഞൊരു കാര്യത്തിനോട് എല്ലാവരും എനിക്ക് തോന്നിക്കുന്നത് നല്ല സന്തോഷമായിട്ടോ. കാരണം എല്ലാവരും പറഞ്ഞത് ഗുഡ് ഡിസിഷൻ സുജിൻ, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്, അങ്ങനെ തന്നെ നല്ലത് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അത് നെഗറ്റീവ് നമുക്കിനി വരുമോ, അതിനെ പറ്റി എന്തെങ്കിലും പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അത് നല്ല രീതിക്കാണ് എടുത്തത്. എന്തായാലും അതിന് ഭയങ്കര സന്തോഷം. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ എല്ലാവരും അതിന് നല്ല രീതിക്കാണ് കമന്റ്സ് പറഞ്ഞതിനും ഇതിനൊക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റ്സ് ആണ് നമുക്ക് തത്തമേമ എവിടെ എന്നുള്ളൊരു കാര്യം. ഏറ്റവും എനിക്ക് തോന്നുന്നു ഇതേപോലെ വീടിന്റെ കാര്യം ചോദിക്കണ പോലെ തന്നെയാണ് ആൾക്കാർ മറ്റേ തത്തമേമയുടെ കാര്യം ചോദിക്കണത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് തത്തമേമയുടെ കാര്യമാണെങ്കിൽ. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ എവിടെ, മുന്നുണ്ടായിരുന്നവർ എവിടെ, മാമൻ എവിടെ, കണ്ണേട്ടൻ എവിടെ എന്നൊക്കെ കുറേ പേര് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമന്റ്സിൽ കുറച്ച് ചോദിക്കും, ഷോർട്സ് ഇടുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർക്കുള്ളൊരു മറുപടിയാണ്. തത്തമേമയുടെ വീട്ടിലുണ്ട്. ഇപ്പൊ 2-3-4 ദിവസം മുന്നേ പോലും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു രാവിലെ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എണീക്കാൻ 10-12 മണിക്കാവും. അപ്പോൾ തത്തമേമ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. തത്തമേമയ്ക്ക് വേറൊരു കല്യാണത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം റെഡി ആയിരുന്നു. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം, അവർക്ക് വിടും. പക്ഷെ തത്തമേമ തറവാട്ടിലുണ്ട്. ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓട്ടോറിക്ഷ ഓടുന്ന സമയത്ത് ഇതുപോലെ തത്തമേമ കൂലിപ്പണിക്കും മേമയുടേതായിട്ടുള്ള ഒരു പണി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മേമ തറവാട്ടിൽ ഞാനും അമ്മയും കുഞ്ഞോളും എൻ്റെ വീട്ടിലും അത് ഇവളും ഇവിടെ ഞങ്ങളെ വീട്ടിലാണ് താമസിച്ചാറുണ്ട്. തത്തമേമ ഇതുപോലെ മറ്റേ അമ്മയ്ക്ക് കുറച്ച് വയ്യാണ്ടായപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പാടെ അങ്ങനെ ഇവർ രണ്ടാളും പാടെ തത്തമേമയുടെ കല്യാണം കഴിയാത്തത് കൊണ്ട് തത്തമേമയും അമ്മയും ഒരുമിച്ചിട്ടായിരുന്നു. ഇപ്പൊ അമ്മമ്മയ്ക്ക് വയ്യ, അമ്മമ്മയുടെ ഓരോ പ്രശ്നങ്ങൾ. അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്. അതായത് എൻ്റെ അമ്മച്ചൻ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, എത്ര വർഷമായി? 13 കൊല്ലത്തോളം. അപ്പോൾ അമ്മമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കണം. അപ്പൊ അമ്മമ്മയ്ക്ക് ഇതുപോലെ ഹെൽത്തോട് കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ തറവാട്ടില് അതായത് മാമ മീൻസ് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ ആങ്ങള, പിന്നെ മാമന്റെ ഭാര്യ, പിന്നെ തത്തമ്മയും അമ്മമ്മയും മാത്രം തറവാട്ടിലാകെ 4 പേരേ ഉള്ളൂ. മാമ, അമ്മായി, തത്തമ്മയമ്മ, അമ്മമ്മ. ഇപ്പൊ അമ്മ ഇതപ്പം മിഞ്ഞാന്നടക്കം ഇതുപോലെ അവിടെ അമ്മമ്മയുടെ അടുത്ത് രാവിലെ പോയിട്ട് വൈകുന്നേരത്താണ് അമ്മമ്മയ്ക്ക് മറ്റേ അമ്മടക്കം വന്നത്. അപ്പൊ അവര് 4 പാടെ ആ വീട്ടിൽ സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഞങ്ങളെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ അതാണ് തത്തമ്മയെ പറഞ്ഞില്ല. ഇപ്പൊ മിഞ്ഞാന്നടക്കം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് വന്നപ്പോ തന്നെ ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നില്ലേ, ഞാനിപ്പോ ആയതുപോലെ വീഡിയോ എടുക്കുക, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഇപ്പൊ മുന്നിലേക്ക് പോകുന്നത് നമുക്ക് പറയേണ്ട തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയണില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട തോന്നുന്ന നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ടാണ് അതൊക്കെ മനസ്സിലാക്കി എന്നുള്ളത് ഞങ്ങൾ ഉണ്ടാവും. ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞില്ല, ഇനി തത്തമേമ ഒരു മാരേജിന്റെ കാര്യം ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഞാൻ വഴിയെ പറയാൻ പറ്റിയ ഞാൻ അതൊരു വ്ളോഗ് എടുത്തിട്ടുണ്ട്, ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് അങ്ങനെ പോകണം. മേമയുടെ വീട്ടിലുണ്ട്, സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനി ഒരു ദിവസം കാണുമ്പോൾ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. മേമയുടെ വീട്ടിൽ അമ്മമ്മയൊക്കെ നോക്കിയിട്ട് അവിടെ ഉണ്ട്. മാമയുടേതായ പണിക്ക് പോകണം, അമ്മായി അവിടെ. അവരെല്ലാവരും അവരുടെ വീട്ടിൽ അങ്ങനെ ഹാപ്പി ആയിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിലുണ്ട്. പിന്നെ എപ്പോഴേലും കാണുമ്പോൾ നമ്മളപ്പം തന്നെ മേമ അങ്ങോട്ട് നോക്കുക, വ്ളോഗ് എടുക്കട്ടെ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യത്തെ പോലത്തെ അങ്ങനെ വീഡിയോ എടുക്കുന്ന പരിപാടികളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അത് കുറേ പേര് മേമയെ പറ്റി ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് പൊന്നൂസിന്റെ വീട്ടിൽ കിടക്കാൻ പോകണത് നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കണില്ല അല്ലേ. കാരണം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നൂസിന്റെ വീട്ടിലേക്ക് പോകണം, നമ്മൾ വീഡിയോ എടുക്കും. അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് ഇപ്പൊ നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മള് നമ്മളുടെ ലോകത്ത് കൂടെ പോവാണ്. കാരണം നമ്മൾ വേറെ അങ്ങനത്തെ ഒരു ഇതുമില്ല. നമുക്ക് മാസം ചെറിയൊരു ഏണിങ്സ് കിട്ടുന്നു, അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ കണ്ണേട്ടനും കുട്ടാനൊക്കെ പറ്റി ചോദിക്കാറുണ്ട്. കണ്ണേട്ടനായിട്ടുള്ള തിരക്കിലും വരാം. നിങ്ങൾ കൊറോണ സമയത്തായിരിക്കും കണ്ണേട്ടനെ കുട്ടാണിനൊക്കെ നമ്മളെ കൂടെ മാമ എന്നൊക്കെ പറഞ്ഞ ആളിനൊക്കെ കൂടെ കണ്ടിട്ടുണ്ടായിരിക്കുക. അന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഓടാനില്ല, പണിയില്ല, ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ വിളിക്കും, ഏട്ടാ എവിടെ, വീട്ടിലേക്ക് പോയാൽ നമ്മളൊരു വീഡിയോ എടുക്കുന്നുണ്ട്, കുക്കിംഗ് വീഡിയോ എടുക്കണ്. അപ്പോൾ അവസാനം ഫുഡൊക്കെ കേൾക്കുന്ന ആൾ വേണ്ടേ. അപ്പോൾ അതുപോലെ അങ്ങനെ വിളിച്ചു. അപ്പോൾ കണ്ണേട്ടനൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ നല്ല ഭയങ്കര തിരക്കാണ് അവർക്ക്. ഇതുപോലെ ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ കണ്ണേട്ടനൊക്കെ ഇപ്പോൾ ഒരു ട്രാവലർ
എടുത്തിട്ടുണ്ട്. പിന്നെ ട്രാവലറിന്റെ ഓട്ടങ്ങൾ കാര്യങ്ങൾ. അപ്പൊ ആദ്യത്തെ പോലെ നമ്മളിപ്പോൾ ഇതാണ്ടോ അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കണം. അപ്പൊ ഞങ്ങളെടുത്ത് വന്നിരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് വർത്തമാനം പറയാനോ ഇതാക്കാനൊന്നും കണ്ണേട്ടന് അതിനൊന്നും സമയമില്ല. കാരണം കണ്ണേട്ടന് അവരെ മാമന് എല്ലാവർക്കും ഓരോ തിരക്കും കാര്യങ്ങളാണ്. പിന്നെ കൂട്ടുകാരന്മാരെ പറ്റി ചോദിക്കാറുണ്ട്. പിന്നെ ഷാവുല് മിന്നാജിയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഷാവുൽ ഇപ്പൊ അവന് പെരുന്തൽമണ്ണ അവന്റെ മാമന്റെ കടയിലാണ്. എല്ലാവർക്കും എല്ലാ കല്യാണം കഴിഞ്ഞു. മിഞ്ചപ്പം എന്നാലും പോയി നിങ്ങൾ ആ കല്യാണം ശ്രദ്ധിച്ചായിരുന്നു നിങ്ങള്. ഞങ്ങൾ പോയത് അവിടെ നിന്നൊരു ഷോട്ട് എടുത്തിട്ട് കല്യാണം എന്ന് പറയാ, അല്ലാണ്ട് ഞങ്ങൾ വേറെ ഒരു വ്ളോഗ് എടുത്തിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, ഞങ്ങൾ ആയത്തെ പോലുള്ള ഒരു വീഡിയോസോ കാര്യങ്ങളോ നമ്മൾ എടുക്കണില്ല. എല്ലാ സുഹൃത്തുക്കളും ബന്ധങ്ങളും എല്ലാം ഉണ്ട്. ബിലാലിനെ പറ്റി ചോദിക്കാറുണ്ട്. ബിലാൽ മണ്ണാർക്കാടാണ്, ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ട്. ബിലാലിനെ പറ്റി കുറച്ച് ദിവസം മുന്നടക്കം കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും. കാരണം ഞാൻ എന്തെങ്കിലും കാര്യം ഇപ്പൊ കണ്ണേട്ടനാണെങ്കിൽ ആരാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാറുണ്ട്. ഇപ്പൊ ഞാൻ ഷാവുലിന്റെ കടയിൽ പോകുമ്പോൾ ഷാവുലിന്റെ കടയിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ സ്റ്റോറി ഇടാം. ഞാൻ ഷാഫി എല്ലാവരും കൂടെ സ്റ്റോറി ഇടാറുണ്ട്. പിന്നെ മിന്നാജ് ബാംഗ്ലൂരാണ്. ഓന്റെ ഏതോ പഠിക്കല്ലേ, എന്തോ പഠിക്കുക എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. കാരണം നമ്മളെ വീട് ഇനി ഓണാവുമ്പോൾ പരമാവധി ചിലപ്പോൾ എല്ലാവരും വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നാട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കാണാം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. പിന്നെ ആദ്യത്തെ പോലെ വിളിച്ചിട്ട് എടാ അങ്ങോട്ട് പോകാൻ ഇവിടെ പരിപാടി കാരണം എല്ലാവരും വിളിക്കാനുള്ള ഒരു ഇതില്ല. കാരണം എല്ലാവരും ഇനി മാത്രമുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല. കാരണം ആദ്യത്തെ പോലെ നമ്മൾ വീഡിയോ എടുക്കണില്ല. ആദ്യത്തെ പോലുള്ള ഒരു പരിപാടി നമ്മളിവിടെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ എന്താ വ്ളോഗ് ചെയ്യണത്. നോർമലായിട്ട് വ്ളോഗുകൾ ചെയ്യുന്നു. പിന്നെ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. ഇപ്പോൾ ഷോർട്സ് ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കുന്ന ഷോർട്സ് അല്ല, നമ്മളിതുപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് മല്ലു ഫാമിലിയിൽ ഇടുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയണേ ഇനി ഇതിനെ പറ്റി ഞാൻ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം ഡെയിലി വൈകുന്നേരത്ത് കറക്റ്റ് ഞങ്ങൾ 5 മണി 6 മണി സമയത്ത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റായിട്ട് അയച്ച് നമ്മളെ യൂട്യൂബേഴ്സ് നമ്മൾ എഴുതി തള്ളി എന്നിട്ട് പറയുന്നുണ്ട്. നമ്മളെ മല്ലു ഫാമിലി എന്നുള്ള അത് എൻ്റെ ഐഡന്റിറ്റി എപ്പോഴും എൻ്റെ മല്ലു ഫാമിലി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുള്ളൂ. കാരണം ഇന്നെ ഇവിടേക്ക് എത്തിച്ചതും ഇങ്ങനെ ആക്കി തീർത്തതെല്ലാം ഈ ഒരു മല്ലു ഫാമിലിയാണ്. ഇൻസ്റ്റാഗ്രാമൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം വന്നാണ്. പക്ഷെ അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ യൂട്യൂബ് കഴിഞ്ഞിട്ട് തന്നെയാണ് എനിക്കൊരു ഇതുള്ളൂ. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു സംഗതി ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞാണ് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും. ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റയിൽ നമുക്ക് നീട്ടി വലിച്ച് വീട് നിർക്കണ്ടല്ലോ, കുറച്ചൊരു പാട്ടിട്ട് കഴിഞ്ഞൊരു വീഡിയോ ആയി. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് ഡെയിലി ചെയ്തു പോകുന്നുണ്ട്. അതെ, അപ്പൊ ഞാൻ പറയാ തത്തമ്മയുടെ വീട്ടിലുണ്ട്, സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ കണ്ണേട്ടനാണെങ്കിൽ ഹാപ്പിയാണ്, കുട്ടാണി ഹാപ്പിയാണ്, ബിലാൽ ഹാപ്പിയാണ്. എല്ലാം ഇപ്പൊ ഫാരിസിനെ ഇപ്പൊ കല്യാണങ്ങൾ കണ്ടിരുന്നല്ലേ. ഫാരിസ് ഇവിടെ ഉണ്ടാകുന്നു. ഫാരിസിന്റെ കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് ഫാരിസ് ഇന്നലെ അടക്കം ഞാൻ അഞ്ചുണ്ടായിരുന്നു. ഒരാള് നിങ്ങളെ വീഡിയോയിൽ കണ്ടില്ലെങ്കിൽ അതിനർത്ഥം തെറ്റിന്നാണ് എല്ലാവരും പലരും വിചാരിച്ചിരിക്കണേ. ഈ കമന്റ്സ് വായിച്ചപ്പോ എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയത്. അതായത് ഫ്രണ്ട്സ് എവിടെ, തത്തമ്മ എവിടെ, ഒരു വീഡിയോയിൽ ഒരാൾ ഇപ്പൊ ഞാൻ ചിലപ്പോ ഇന്ന അൻഷാദിനെ നാളെ മേലൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും. ഇപ്പൊ ഷാക്കിർ ഇപ്പൊ മിഞ്ഞാന്ന് വയനാടാന്ന് ഷാക്കിർ, ഇന്നലെ ആലപ്പുഴ ആയിരുന്നു, തിരുവനന്തപുരത്താന്ന് ഷാക്കിർ. അപ്പൊ ഓന്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും എല്ലാവർക്കും എല്ലാവരുടെ തിരക്കുണ്ട്. കാരണം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇപ്പൊ അതായത് ഇന്റെ മാത്രം പറയണമെങ്കിൽ ഇന്റെ പണി യൂട്യൂബ് എടുക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ഒരാളെ കാണുമ്പോൾ അവർ കൂടെ നമ്മളൊരു വീഡിയോ എടുക്കും, മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു 10 മിനിറ്റ് അല്ല എന്റെ ലൈഫ് അല്ലെങ്കിൽ എന്റെ ജീവിതം എന്ന് പറയണത്. ആ ഒരു 10 മിനിറ്റ് അല്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേയൊക്കെ നമ്മൾ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ചെക്കന്മാരെ കാണുമ്പോൾ എല്ലാവരും കൂടെ കൂടിക്കുമ്പോഴൊക്കെ നമ്മൾ സ്റ്റോറി ഇടാനും കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഞാൻ യൂട്യൂബിലേക്ക് എത്തിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നാട്ടിൽ തന്നെ ഉണ്ട്, എല്ലാവരോടും സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്, എല്ലാവരും. പിന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ പറയണില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് പറയാൻ താല്പര്യമില്ലാത്ത കാര്യം അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറുപടി പറയുന്നുണ്ട് അല്ലേ. എന്താ മറുപടി പറയത്ത്? എല്ലാം മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം അല്ലേ ചില ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില സൗന്ദര്യ പണക്കങ്ങളും പറയില്ല. നമ്മൾ വളർന്നു പോകുമ്പോൾ ബാക്കിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ടുള്ള കുത്തലുകളും അത് പിന്നീട് ഞാൻ അറിയണതും അപ്പൊ ഞാൻ പോയിട്ട് അത് ചോദിക്കണതും അപ്പൊ അവരിന്റെ മുന്നിൽ ബബ്ബ അടിക്കണതും അപ്പൊ അവരെന്നോട് ചോദിക്കും നീ ആരടാ. അപ്പോ അങ്ങനെയുള്ള ചെറിയ വാക്ക് തർക്കങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതാണ് ഞാൻ പറയണത്. ഈ ഒരു വർഷം കൊണ്ടാണ് ഞാൻ ശരിക്കും പഠിച്ചത്. എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എന്റെ കൂടെ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ആരൊക്കെ വരുന്നുണ്ട്, പൈസ ഇല്ലാത്തപ്പോൾ വിളിക്കുമ്പോൾ ആരൊക്കെ വരുന്നില്ല, ഞാൻ വിളിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ തിരക്കുകളാണ്, അതൊക്കെ ഞാൻ മനസ്സിലാക്കി. സത്യം പറഞ്ഞ ഈ ഒരു കൊല്ലം കൊണ്ടാണ് അതൊക്കെ ഞാൻ പഠിച്ചു. ഇനി ഞാൻ പറയല്ലേ ഇനി എനിക്കറിയാം ഞാൻ ഇനി എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ ഇപ്പൊ ഒരു കൊണ്ട് പഠിച്ചു. അപ്പൊ ഇനി ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇനി എനിക്കറിയാം ഓരോരുത്തരെ എവിടെയൊക്കെ നിർത്തണം, അവരെ കൊണ്ട് എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ
നമ്മുടെ വ്ളോഗിക്ക് മാക്സിമം ഞാൻ പുറത്തുനിന്ന് ആൾക്കാരെ ആരെയും ഇതിക്ക് ആഡ് ചെയ്യാത്തതും ഉണ്ടാക്കാതും ചെയ്യാത്തത് വേറെ ഒന്നുമല്ല. കാരണം കാരണം ഇനി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അറിയാലോ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചാനൽ ഉണ്ടാക്കി കൊടുത്ത പല ആൾക്കാരും എനിക്ക് തന്നെ കൊട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയണില്ല. അപ്പോൾ ഞാൻ പറയാണ്, ഇപ്പം ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ പോയിട്ട് അതിന് കമൻറ്റ് ചെയ്യും, സുജിൻ കാട്ടിയത് ചെയ്യും. അപ്പോൾ അവർ അതിനൊരു റിയാക്ഷൻ ചെയ്യുന്നു, പ്രശ്നങ്ങളാവണോ, ആ ബന്ധം പോണു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനായിട്ട് എൻ്റെ കൂടെ നടക്കുന്ന ഒരാൾക്കും ഞാൻ ചാനൽ ഉണ്ടാക്കി കൊടുക്കൂല, ഞാനായിട്ട് അതിനെ പറ്റി പറഞ്ഞു കൊടുക്കൂല. അപ്പോൾ വെറുതെ ഒരു ബന്ധങ്ങൾ കളയാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും എനിക്ക് താല്പര്യമില്ല. എന്തായാലും ഞാൻ പറയാം, ഞാനിപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ ലൈഫ് തൊട്ട് ഞാൻ നന്നായിട്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട്. എൻ്റേതായിട്ട് രീതിക്കുള്ള വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നല്ല രീതിക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുന്നിലേക്ക് പോകാനാണ് എനിക്കും ആഗ്രഹം. ഞാനായിട്ട് മറ്റുള്ളവരുടെ പ്രശ്നത്തിനോ തന്നെ ഞാനും വരുന്നില്ല. ഹാപ്പിയാണ്. എല്ലാവരും അവിടെയും ഇവിടെ ഒക്കെ പാടുണ്ട്. ഞാൻ അകത്ത് പറഞ്ഞില്ല, തത്തമ്മേമ അവിടെ ഉണ്ട്, ഫാരിസ് ഗൾഫിലുണ്ട്, ബിലാൽ മണ്ണാർക്കാടുണ്ട്, കണ്ണേട്ട മഞ്ചക്കല്ലുണ്ട്, കുട്ടാൻ മഞ്ചക്കല്ലുണ്ട്. എല്ലാവരുടെ തിരക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ പോണു. ഞങ്ങൾ ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓക്കെ, ഇനി അതിനെപ്പറ്റി ഒരു വീഡിയോസ് ചെയ്യാൻ പറയില്ല. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത്ര നമുക്ക് പറയുള്ളൂ. അപ്പോൾ എന്തായാലും ഓക്കെ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നാളെ ചിലപ്പോൾ വീഡിയോ ഉണ്ടായിരിക്കുള്ളൂ, കാരണം നമുക്ക് എന്തെങ്കിലും പറയേ. ഓക്കെ, എന്തായാലും ഇനി പറഞ്ഞ് ചടപ്പിക്കണില്ല. എന്തായാലും പറ്റുകയെന്നുണ്ടെങ്കിൽ നാളെ നല്ലൊരു വീഡിയോ വരെ ഗൈസ്. അപ്പോൾ എന്തായാലും ടാറ്റ. അല്ലേ പോലീസേ?